യഥാർത്ഥ പണ്ഡിത സഭ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് SSFന്റെ മുൻ സ്റ്റേറ്റ് സെക്രട്ടറി സലീം നഖവി ഈ സമസ്തയിലേക്ക് കടന്നുകൊണ്ട് ഈ വേദിയിൽ മുഖ്യഭാഷണം നിർവഹിക്കുന്നു. സലീം നഖവിയെ വേദിയിലേക്ക് മുഖ്യഭാഷണത്തിന് വേണ്ടി ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بجلال وثناء وعزة وجبروت وملكوت. بسم الله الرحمن الرحيم. الحمد لله حمدا دائما لدوامه وباقيا لبقائه وخالدا لخلوده زنة عرشه ورضا نفسه ومداد كلماته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن حبيبنا وسيدنا ومولانا وإمامنا وزعيمنا وقائدنا إلى الجنة محمدا صلى الله عليه وسلم عبده ورسوله وصفيه وخليله وأمينه على وحيه وخيرته من خلقه. صلى الله عليك يا سيدي يا أبا القاسم يا أبا الطاهر يا أبا الطيب. അസ്സലാമു അലൈക്കും. മൈക്ക് പോയിട്ടുണ്ടോ? നൂറുദ്ദീൻ ഞങ്ങളെ പോയിക്കണല്ലേ? ഞാൻ ബൈലക്സ് പോപ്പിളാണ് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാം സീറോ നിങ്ങള് ലൈവാണ്? അസ്സലാമു അലൈക്കും. ക്യാമാര് ചോദിക്കരുത് കേട്ടാ. ഇനി ക്യാമ ചോദിച്ചാൽ ഡോട്ട് ഇട്ടും. കാരണം ക്യാമാണ് ഈ പ്രശ്നം. ക്യാമ് കൊടുത്ത അല്ലെങ്കിൽ ബൈലക്സ് ഒരു വിധത്തില് ഒപ്പിച്ചു പോകണം. പിന്നെ അപ്പൊ അതുകൊണ്ട് ക്യാമ് ചോദിക്കരുത്. കാരണം ക്യാം ഇട്ട് കഴിഞ്ഞാൽ എന്തായത് നൂറുതാങ്കൾ ഈ മൈക്ക് പോയെന്ന് അറിഞ്ഞില്ല. മൂപ്പര് സിസ്റ്റത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ക്യാമാരും ചോദിക്കരുത്. ഉള്ള വോയിസ് നമുക്ക് ക്ലിയർലി കേൾക്കാം. റേഡിയോക്കാരൊക്കെ നമ്മള് പ്രത്യേകിച്ച് ബൈലക്സ് ഓൺ ആകത്തോടെ ഒരുപാട് ആളുകൾ റേഡിയോ കേൾക്കാണ്. ക്യാമിഞ്ഞ് വേണ്ട. പ്രദാനം ചെയ്യുന്ന ഇക്റാം നമുക്കെല്ലാവർക്കും ബഹുമാന്യനും ആദരണീയനുമായ
സുന്നി കേരളത്തിന്റെ ഉസ്താദ്, കിഴക്കേപ്പുറത്തിന്റെ ഉസ്താദ് മാത്രമല്ല, പാണക്കാടിന്റെ ഉസ്താദ് മാത്രമല്ല, ഉസ്താദ് ജോലി ചെയ്ത മഹല്ലുകളിലെ മാത്രം ഉസ്താദല്ല, സുന്നി കേരളത്തിന് വിലപ്പെട്ട കനപ്പെട്ട പണ്ഡിത പ്രതിഭകളെ സമ്മാനിച്ച, സുന്നി കേരളം കടപ്പെട്ടിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും ബഹുമാന്യനായ ഉസ്താദിനെ ആദരിക്കുന്ന ഈ ധന്യമായ വേദിയെ അധ്യക്ഷസ്ഥാനം കൊണ്ട് അലങ്കരിക്കുന്ന ബഹുമാന്യ അധ്യക്ഷൻ അവർകളെ, വേദിയിൽ അണിനിരന്നിട്ടുള്ള ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, മഹല്ല് കാരണവന്മാരെ, മഹല്ല് കമ്മിറ്റിയുടെ ഭാരവാഹികളെ, സംഘടനാ നേതാക്കളെ, ഇവിടെ വന്നു ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ചടങ്ങ് സമാപനത്തിലേക്ക് വഴുതി വീഴുകയാണ്. നമ്മുടെ പരിപാടി അവസാനിക്കാൻ പോവുകയാണ്. വളരെ നേരത്തെ തുടങ്ങിയ പരിപാടി നമുക്കെല്ലാവർക്കും ഒരുങ്ങുന്നുണ്ട്. നല്ല ഒരു ചടങ്ങിൽ നാം എല്ലാവരും പങ്കെടുത്തു. ഉസ്താദിനെ ആദരിച്ചപ്പോൾ ഒരു ഉസ്താദിനെയല്ല, എല്ലാ പണ്ഡിതന്മാരെയും ആദരിച്ചതുപോലെ നമുക്ക് തോന്നി. മാത്രമല്ല, ഇങ്ങനെ ഇരുന്നുകൊണ്ടല്ല, സത്യത്തിൽ നാം എല്ലാവരും ഉസ്താദിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ടാകണം ഈ പരിപാടി നടക്കേണ്ടത് എന്ന് പോലും എനിക്ക് തോന്നുകയാണ്. ഖുലിൽ മുഅല്ലിമി വഫിഹി തബ്ജീല ഖാദൽ മുഅല്ലിമു അൻ യകൂന റസൂല. ഹലോ, അസ്സലാമു അലൈക്കും. ഡീസിയായില്ലേ? തങ്ങൾ പാപ്പാനെ ഡോക്ടർ വരും. ഇനി വരുമ്പോ ക്യാം വേണ്ട, ക്യാം ഒഴിവാക്കിയാ മതി. നല്ല ഇനി ക്യാം ഡോട്ട് ഇട്ടാ മതി. ക്യാം കൊടുക്കണ്ട. ക്യാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ DC ആകല്ലേ. ഇന്റത് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇന്റത് എന്തേലും ബിറുബിറ് സൗണ്ട് ഉണ്ടോ? അങ്ങനെ ഇവിടെ ക്ലിയർ ആയിട്ട് തോന്നുന്നുണ്ട്. നോനോ ചോദിച്ചാനും പാടില്ല സംഭവത്തില്. ഏതായാലും ഓക്കെയാണ്. ഏതായാലും ഇനി വരുന്ന സമയത്ത് നമ്മൾ ക്യാമൊന്നും ആരും ചോദിക്കേണ്ട ആവശ്യമില്ല. ബഹുമാനപ്പെട്ട സലീം നദ്വി ഉസ്താദിനെ എല്ലാവരും കണ്ടതല്ലേ, ഇങ്ങനെ ക്യാം കൂടി കാണേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോ നൂറുദ്ദീൻ തങ്ങൾ DC രണ്ടാൾക്കാരെ വീണ്ടും കാണാൻ വേണ്ടിയിട്ടേ, അതിൽ ഈ ആഗ്രഹങ്ങളാണ് പ്രശ്നേ. രണ്ടാളുകളെ വീണ്ടും ഇങ്ങനെ കാണാൻ നൂറുദ്ദീൻ തങ്ങൾ ഇൻഷാ അല്ലാഹ് വരും. ഒരു മിസ്സടിച്ചാളിയായാലും അല്ലിസ്തിഖാമ തങ്ങൾ വരുന്നുണ്ട്, കയറി വരുന്നുണ്ട്. തങ്ങള് കയറി വരുമ്പോ ഇനി വന്നു മൈക്ക് കൊടുക്കണം വെച്ചാൽ ആദ്യം ക്യാമ്പ് വെക്കൂല എന്നുള്ളൊരു ഡിമാൻഡ് വെക്കണം തോന്നുന്നുണ്ട്. ഏതായാലും തങ്ങള് മുന്നിൽ വരി. സൗണ്ട് നല്ല ക്ലിയർ ഉണ്ടായാൽ മതി കേട്ടോ. അസ്സലാമു അലൈക്കും. والذين لا يعلمون. പണ്ഡിതനും പണ്ഡിതനല്ലാത്തവനും ഒരുപോലെയാണോ? അല്ലാഹുവിന്റെ ചോദ്യം. ഖുൽ ഹൽ യസ്തവി الذين يعلمون والذين لا يعلمون. രണ്ടുപേരും ഒരുപോലെയല്ല. പണ്ഡിതനും പാമരനും ഒരുപോലെയല്ല. പണ്ഡിതൻ മുകളിലാണ്. എല്ലാ സ്ഥാനങ്ങൾക്കും ഉപരിയാണ് പണ്ഡിതന്റെ സ്ഥാനം. മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ ഒരു വിദ്യാർത്ഥി പഠിക്കാൻ വേണ്ടി ചേർന്നു. ഒരു പാവപ്പെട്ട വിദ്യാർത്ഥി, യതീമായ വിദ്യാർത്ഥി. ആ വിദ്യാർത്ഥിയുടെ വീട്ടിൽ ആ വിദ്യാർത്ഥിയുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേറെ ആരുമുണ്ടായിരുന്നില്ല. ഈ പാവപ്പെട്ട വിദ്യാർത്ഥി അവിടെ വന്ന് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ആ കുട്ടിയുടെ ഉമ്മ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ മകനെ നിങ്ങളുടെ ദർസിൽ പഠിപ്പിക്കാൻ പാടില്ല. കാരണം അവൻ യതീമാണ്. എന്റെ കുടുംബം അവനെ കൊണ്ടാണ് ജീവിക്കേണ്ടത്. അവരെന്തെങ്കിലും ചെറിയ തൊഴിലുകൾ ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് ജീവൻ
നിലനിർത്താൻ, നിങ്ങൾക്ക് ജീവിക്കാൻ. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ നിങ്ങളുടെ പാഠശാലയിൽ നിന്ന് പിരിച്ചുവിടണം, ഞങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കണം. ഇമാം അബൂ ഹനീഫ പറഞ്ഞു, ഞാൻ നിർബന്ധിച്ചിട്ടല്ലല്ലോ അവൻ ഇവിടെ വന്നിട്ടുള്ളത്, അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. ഞാൻ അവനോട് എന്റെ പാഠശാലയിൽ എന്റെ ദർസിൽ പഠിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അവന്റെ ഇഷ്ടപ്രകാരം വന്നതാണ്, അവന്റെ തീരുമാനത്തിന് ഞാൻ വിടുന്നു. അങ്ങനെ കുട്ടിയോട് ഉമ്മ പറഞ്ഞു, മോനെ വരൂ, എന്റെ കൂടെ വരൂ, നീ ഉസ്താദിന്റെ ദർസിൽ പഠിക്കേണ്ടതില്ല, എന്റെ കൂടെ വരൂ, നീ എവിടെയെങ്കിലും പോയി വല്ല ജോലിയും ചെയ്ത് എന്തെങ്കിലും സമ്പാദിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരൂ മോനെ, എന്താ ഇവിടെ ഉസ്താദിന്റെ ദർസിലിരിക്കുന്നത്. കുട്ടി ഉമ്മയുടെ കൂടെ പോകാൻ തയ്യാറായില്ല. ഇവിടെ കണ്ടില്ലേ, ഒരു ശിഷ്യന്റെ മനസ്സിൽ നിന്നും വന്ന 1000 വികാരങ്ങൾ ഉളവാക്കുന്ന വാക്കുകളുടെ പ്രളയം. അത് മതി ഉസ്താദിന്റെ തലയിൽ രാജകിരീടമായി അണിയിക്കപ്പെടാൻ. എന്താണ് പറയുന്നത് വിദ്യാർത്ഥി പറയുന്നത്? അബൂ ഹനീഫ ഇമാമിന്റെ ശിഷ്യൻ പറയുന്നത്, ഞാൻ വീട്ടിലേക്ക് വരില്ല, ഉമ്മയുടെ കൂടെ വരില്ല, എനിക്ക് വേണ്ടത് എന്റെ ഉസ്താദ്, എന്റെ ഗുരു ഇമാം അബൂ ഹനീഫ. ആ സമയം ആ ഉമ്മ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ഒരു കാര്യം, ഉസ്താദേ, നിങ്ങൾ ഈ നാട്ടിൽ വന്നത് ഫിത്നയുണ്ടാക്കാനാണ്. എന്റെ മകനെ പോലെ ഒരുപാട് കുട്ടികളെ നിങ്ങളുടെ ദർസിലും നിങ്ങളുടെ അധ്യാപനത്തിലും വശീകരിച്ചുകൊണ്ട് അവരിലൂടെ ഞങ്ങൾക്ക് കിട്ടേണ്ട ഭൗതികമായ സുഖങ്ങളെല്ലാം നഷ്ടപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ ഉസ്താദായി വന്നിട്ടുള്ളത്. നിങ്ങൾ ഞങ്ങളുടെ ഇടയിൽ വലിയ നാശമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾക്ക് കിട്ടുന്നില്ല, ഞങ്ങൾ പറയുന്നത് പോലെ കേൾക്കുന്നില്ല, അവരിലൂടെ ഞങ്ങൾക്ക് ജീവിത വരുമാനം കിട്ടുന്നില്ല, ഞങ്ങളുടെ കുടുംബപരമായ സുരക്ഷിതത്വം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ ആ മാതാവ് ആക്ഷേപിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞൊരു വാചകം, അതാണ് ഇന്ന് നമ്മുടെ ഉസ്താദിന്റെ ശിഷ്യന്മാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ പറഞ്ഞത്? നിങ്ങളുടെ മകൻ എന്റെ പള്ളി ദർസിൽ പഠിച്ചാൽ നാളെ അവൻ രാജാക്കന്മാർ കഴിക്കുന്ന ഭക്ഷണം കഴിക്കും, രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളിലായിരിക്കും അവരുടെ സ്ഥാനം. നിങ്ങളിപ്പോൾ ചെറിയ നിങ്ങളുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി നിങ്ങളുടെ മകനെ വിട്ടുതരണം എന്ന് പറയുന്നു അല്ലേ? നാളെ അവൻ രാജാക്കന്മാർ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന പദവിയിലേക്ക് എന്റെ പള്ളി ദർസിൽ പഠിച്ചാൽ അവൻ എത്തുമെന്ന് മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആ കുട്ടി വളർന്നു വലുതായി, പഠിച്ചു, ഉന്നതിയിലെത്തി, ബഗ്ദാദിലെ ജസ്റ്റിസായി മാറി. മാത്രമല്ല, ജസ്റ്റിസ് എന്ന പദവിയിൽ നിന്ന് പിന്നീട് ചീഫ് ജസ്റ്റിസായി മാറി. ഹാറൂൺ റഷീദ് എന്ന് ബഗ്ദാദ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. ആ സമയം പ്രമോഷൻ ലഭിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസായി മാറി. പഠിച്ചു വളർന്ന ആ വിദ്യാർത്ഥി ഉന്നതങ്ങളിലേക്കെത്തി. അവസാനം ചീഫ് ജസ്റ്റിസായി മാറിയപ്പോൾ സ്വാഭാവികമായും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഹാറൂൺ റഷീദുമായി കൊട്ടാരത്തിൽ വെച്ചുകൊണ്ട് സംസാരങ്ങൾ നടത്തുവാനും ഒന്നിക്കുവാനും അവസരങ്ങളുണ്ടായി. ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ അവസരമുണ്ടായി. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരു ദിവസം ആ ഉസ്താദിന്റെ ഇമാം അബൂ ഹനീഫയുടെ ശിഷ്യൻ വെറുതെ ഒന്ന് ചിരിച്ചുപോയി. രാജാവ് ചോദിച്ചു, ഹാറൂൺ റഷീദ് ചോദിച്ചു, എന്താ നിങ്ങൾ ചിരിക്കുന്നത്? ചിരിക്കേണ്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, രാജാവേ, ഞാനൊരു സംഭവം ഓർത്തുപോയി. കുട്ടിക്കാലത്ത് ഞാൻ ഇമാം അബൂ ഹനീഫയുടെ പള്ളി ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഉമ്മയും ഉസ്താദും തമ്മിൽ നടന്നൊരു വാഗ്വാദം ഞാൻ ഓർത്തുപോയി. അന്ന് എന്റെ ഉമ്മ പറഞ്ഞിരുന്നു, എന്നെ നോക്കിയിട്ട് പറഞ്ഞിരുന്നു, എന്റെ ദർസിലവൻ പഠിച്ച് പഠനപൂർത്തിയാക്കിയാൽ രാജാക്കന്മാർ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന പദവിയിലേക്ക് അവൻ ഉയരുമെന്ന്. എന്റെ ഉസ്താദ് പറഞ്ഞതുപോലെ കണ്ടില്ലേ, ഞാനിപ്പോൾ അങ്ങയുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നു, എത്ര പ്രാവശ്യം കഴിച്ചു, ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് ഉസ്താദ് പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർത്തുപോകുന്നു, ആ സംഭവം ഞാനിപ്പോഴും അയവറക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഹാറൂൺ റഷീദ് മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞൊരു വാചകം ആ കുട്ടിയോട്, വളർന്നു വലുതായി പഠിച്ച് ചീഫ് ജസ്റ്റിസായി മാറിയ അബൂ ഹനീഫയുടെ ശിഷ്യനോട് ഹാറൂൺ റഷീദ് പറഞ്ഞൊരു വാചകമാണ്. നിങ്ങളുടെ ഉസ്താദ് അബൂ ഹനീഫയാണല്ലേ? അബൂ ഹനീഫ റജുലുൻ യൻദുറു ബിനൂരില്ലാഹ്. അബൂ ഹനീഫ റജുലുൻ യൻദുറു ബിനൂരില്ലാഹ്. അല്ലാഹുവിന്റെ പ്രകാശം കൊണ്ട് നോക്കിക്കാണുന്ന ദീർഘദർശനം ചെയ്യുന്ന മഹാനായ പണ്ഡിത വരേണ്യനാണ് അബൂ ഹനീഫ. പറഞ്ഞത് പുലരുക തന്നെ ചെയ്യും. ആരായിരുന്നു ഈ ശിഷ്യൻ? ഇമാം അബൂ ഹനീഫയുടെ ശിഷ്യൻ ഇമാം അബൂ യൂസുഫ്. ഹനഫി മദ്ഹബിൽ അബൂ ഹനീഫ ഇമാമിന് ശേഷം ഏറ്റവും അധികം പരിഗണിക്കപ്പെടുന്ന പണ്ഡിതൻ അബൂ യൂസുഫ്. വളർന്നു വന്നത് ഇങ്ങനെയാണ്. അബൂ ഹനീഫ ഇമാമിനെ കുറിച്ച് ഹാറൂൺ റഷീദ് പറഞ്ഞത്, അബൂ ഹനീഫ റജുലുൻ യൻദുറു ബിനൂരില്ലാഹ്. അല്ലാഹുവിന്റെ പ്രകാശം കൊണ്ട് നോക്കിക്കാണുന്ന മഹാപണ്ഡിതൻ. പ്രിയപ്പെട്ടവരെ, പണ്ഡിതന്മാർ അവരാണ് ലോകത്തിന്റെ വിളക്കുകൾ, അവരാണ് പ്രകാശ താരകങ്ങൾ, അവരാണ് സമൂഹത്തിന്റെ ഉദ്ധാരകന്മാർ, അവരാണ് സമൂഹത്തിന് നേരായ മാർഗദർശനം നൽകുന്നവർ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം
صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇവിടെ നമ്മൾ ആദരിക്കുന്നു ഉസ്താദിനെ, മറുപക്ഷത്ത് വേറെ ചിലർ വിമർശിക്കുന്നു. ഒരാളാകാം, രണ്ടാളാകാം. വിമർശനത്തിന്റെ വാതിലുകൾ തുറക്കുന്നവർ മനസ്സിലാക്കട്ടെ, അവരുടെ സമരം വ്യക്തികളോടല്ല, അള്ളാഹുവിനോടാണ്. മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. എന്റെ ഒരു വലിയനോട് ആരെങ്കിലും ശത്രുത വെച്ചാൽ മതി. ഉള്ളിൽ പുറമെ കാണിക്കണമെന്നില്ല, പുറമെ അസഭ്യം പറയണമെന്നില്ല, പുറമെ ശകാരം വർഷിപ്പിക്കണമെന്നില്ല. വേണ്ട. ഫഖദ് ആദൻതുഹു ബിൽ ഹർബി. അവന്റെ സമരം ഉസ്താദിനോടല്ല, അവന്റെ സമരം വലിയനോടല്ല, അവന്റെ സമരം അള്ളാഹുവിനോട്. വലിയ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതും ഉസ്താദും തമ്മിൽ എന്താണ് ബന്ധം, അല്ലെ? വലിയ വേറെ, ഉസ്താദ് വേറെ. അങ്ങനെയാണ് പൊതുവെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. മഹാനായ ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ് മഹാനവറുകൾ പറയുന്നു, ഇല്ലം യകുൻ അൽ ആലിമു വലിയൻ ഫമൻ ഹുവൽ വലിയു. ആലിമു വലിയല്ലെങ്കിൽ, പണ്ഡിതൻ വലിയല്ലെങ്കിൽ പിന്നെ ആരാണ് വലിയ? ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ പണ്ഡിതന്മാർ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവർ പണ്ഡിതന്മാർ. അവരുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിനോടുള്ള ഭയം നിറഞ്ഞു നിൽക്കും. വലം യഖ്ശ ഇല്ലല്ലാഹ്. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ എന്ന് മാത്രമല്ല, അള്ളാഹുവിനെ മാത്രമേ അവർ ഭയപ്പെടുന്നുള്ളൂ. അള്ളാഹുവിനെ മാത്രമേ പണ്ഡിതന്മാർ ഭയപ്പെടുന്നുള്ളൂ. വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്. അവർ ആരെയും, അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും അവർ ഭയപ്പെടുന്നില്ല. അങ്ങനെയുള്ള പണ്ഡിതന്മാർ, അതാണ് പണ്ഡിതന്മാരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി. അവരാണ് ആഖിറത്തിന്റെ പണ്ഡിതന്മാർ, അവർ ദുനിയാവിന്റെ പണ്ഡിതന്മാരല്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നമ്മുടെ ആദർശത്തിന്റെ മികവ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആദർശം, ആശയം, ഇത് രണ്ടും രണ്ട് വാക്കുകളാണ്. ആദർശത്തിന്റെ പണ്ഡിതന്മാർ ഉലമാഉൽ ആഖിറത്ത് വയഖ്ശൗനഹു, അവർ അല്ലാഹുവിനെ ഭയപ്പെടുന്നു. വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ മറ്റാരെയും ഒരു ശക്തിക്കുമെങ്കിലും അവർ തലകുനിക്കുന്നവരല്ല. മാത്രമല്ല, അവർ അധികാരിവർഗത്തിന്റെ പിന്നാലെ പോകുന്നവരല്ല, ഭരിക്കുന്നവരുടെ പിന്നാലെ പോകുന്നവരല്ല, ഭരണകൂടത്തിന്റെ പിന്നാലെ പോകുന്നവരല്ല, സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ആദർശത്തെ പരിഗണിക്കുന്നവരല്ല. അവർ സത്യത്തിന്റെ വഴിയിൽ എന്നും ഉറച്ചു നിൽക്കുന്നവരാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. നേരായ വഴിയിൽ സഞ്ചരിക്കുന്നവരാണ്, നേരായ മാർഗം കാണിച്ചു കൊടുക്കുന്നവരാണ്. നേരായ മാർഗം എന്ന് പറഞ്ഞുകൊണ്ട് പലരും വരും. ആ മാർഗം ഞങ്ങളുടെ മാർഗം ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പലരും വരും. അങ്ങനെ വരുന്ന അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ സംശയിച്ചു പോകുന്ന പലരും ഉണ്ടാകാം, അല്ലെ? അതുകൊണ്ടാണ് പിന്നീട് സംശയിച്ചതിൽ പെട്ടുകൊണ്ട് തിരിച്ചു വരേണ്ടി വരുന്നത്. വ്യതിചലിച്ചുപോയ ആദർശത്തിൽ നിന്ന് നേരായ മാർഗം കണ്ടെത്തിയതിനു ശേഷം അതിലേക്ക് തിരിച്ചു വരുന്നത് ഒരു തെറ്റായ കാര്യമല്ല, നല്ല കാര്യമാണ്. മാത്രമല്ല, പ്രശംസിക്കപ്പെടേണ്ടതാണ്. അത്തായിബു മിനദ് ദംബി കമൻ ലാ ദംബ ലഹു. ഒരു തെറ്റിൽ നിന്നൊരാൾ പശ്ചാത്തപിച്ചു മടങ്ങിയാൽ നേരത്തെ അയാൾ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ് എന്നാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇന്ന് പലർക്കും തെറ്റ് ആണ് എന്ന് ബോധ്യപ്പെട്ടിട്ടും ആ തെറ്റായ വഴിയിൽ തന്നെ അവർ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ അവസ്ഥ. ഞങ്ങൾ നിലകൊള്ളുന്ന വഴി തെറ്റാണ് എന്നവർക്കറിയാം, ഞങ്ങൾ പിഴച്ചുപോയിട്ടുണ്ട് എന്നറിയാം, ഞങ്ങളുടെ ലക്ഷ്യം മാറിപ്പോയിട്ടുണ്ട് എന്നറിയാം, ഞങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്നവർക്കറിയാം. എന്നിട്ടും അതിൽ അവർ ഉറച്ചു നിൽക്കുന്നു. അതാണ് ഏറ്റവും വലിയ അബദ്ധം. എന്നാൽ സത്യം മനസ്സിലായതിനു ശേഷം സത്യത്തിലേക്ക് വരുന്നതോ അത് മഹാന്മാരായ പണ്ഡിതന്മാരുടെ വഴിയാണ്. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയുടെ നേതാവായിരുന്ന ഇമാമുന അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു 40 വയസ്സ് വരെ സുന്നിയായിരുന്നില്ല. 40ാമത്തെ വയസ്സിലാണ് സുന്നത്ത് ജമാഅത്തിന്റെ പടവാളായി ആദർശഹീനനായി ഇമാം അബുൽ ഹസൻ അശ്അരി കടന്നു വരുന്നത്. മഹാനായ ഇമാമുന അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു തന്റെ 40ാമത്തെ വയസ്സിൽ തന്റെ ബഗ്ദാദിലെ പള്ളിയിലെ മിമ്പറിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പ്രഖ്യാപിക്കുന്നു, മൻ അറഫനി ഫഖദ് അറഫനി വമൻ ലം യഅരിഫനി ഫഅന ഉഅരിഫുഹു ബിനഫ്സി.
എന്നെ അറിയുന്നവർക്ക് എന്നെ അറിയാം. എന്നാൽ എന്നെ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഞാൻ അവർക്ക് പരിചയപ്പെടുത്തി തരാം. ഞാൻ ആരാണിപ്പോൾ, എന്റെ ആദർശമെന്ത്, എന്റെ വഴിയെന്ത്, എന്റെ മാർഗമെന്ത് എന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന മുഴുവൻ വിശ്വാസങ്ങളെയും വിളിച്ചുകൊണ്ടുകൊണ്ട് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശവാദിയായ പണ്ഡിതനായി ബഹുമാനപ്പെട്ട ഇമാം അബുൽ ഹസൻ അശ്ശരി രംഗത്ത് വരുന്നു. 40 വയസ്സോടുകൂടിയാണ് ഈ മാർഗത്തിലേക്ക് മഹാനവറുകൾ കടന്നു വന്നിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ. അപ്പോൾ നേരത്തെ മുഅ്തസിലി ചിന്താഗതിക്കാരനായി പോയി, ബിദ്അഈ വിശ്വാസിയായി പോയി എന്നുള്ളത് ഇമാം അബുൽ ഹസൻ അശ്ശരിയുടെ മഹത്വത്തിന് വല്ല കോട്ടവും ഉണ്ടാക്കിയോ? ഇല്ല. 500 വാള്യങ്ങളിൽ പരിശുദ്ധ ഖുർആനിന് വ്യാഖ്യാനം എഴുതിയ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഇമാം അബുൽ ഹസൻ അശ്ശരി റഹിമഹുല്ലാഹ്. അതുപോലെ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി മഹാനവറുകൾ തസവ്വുഫിന്റെയും ആത്മീയതയുടെയും മേഖലയിലേക്ക് പ്രവേശിക്കുന്നത് ജീവിതത്തിന്റെ ഒരു പ്രത്യേകമായ ഘട്ടത്തിലാണ്. മഹാനവറുകളുടെ അൽ മുൻജിദ് മിനൽ ദലാൽ എന്ന തന്റെ ആത്മകഥ വായിച്ചു നോക്കിയാൽ, ജീവചരിത്രം വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. അതുവരെയുള്ള ഒരു കാലഘട്ടം ഗസ്സാലി ഇമാമിന്റെ കാലഘട്ടം. ഇത് നേരത്തെ മഹാനായ ഇമാം ഗസ്സാലി സ്വീകരിച്ചിരുന്ന മാർഗം പിന്നീട് സ്വീകരിച്ചിരുന്ന മാർഗത്തിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. അൽമുൻജിദ് മിനൽ ദലാലിലൂടെ പഴയകാല ആദർശങ്ങളെയും വിശ്വാസങ്ങളെയും ഗണ്ണിച്ചുകൊണ്ട് താൻ ഒരു പുതിയ മാർഗത്തിലേക്ക്, തസവ്വുഫിന്റെ മാർഗത്തിലേക്ക്, ആത്മീയതയുടെ മാർഗത്തിലേക്ക് പ്രയാണം നടത്തുന്ന വളരെ വ്യക്തമായ ഒരു ചിത്രമാണ് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റഹിമഹുല്ലാഹ് വിവരിക്കുന്നത്. അതുപോലെ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽ പലരും ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു തന്റെ ജീവിതത്തിന്റെ നല്ലൊരു ഘട്ടം മോശമായ തെറ്റുകൾ ചെയ്തുകൊണ്ടുള്ള ഒരു ഘട്ടമായിരുന്നു ഇബ്രാഹിം അദ്ഹമിന്റേത്. പിന്നീട് ഖേദിച്ചു മടങ്ങി. അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ പ്രമുഖനായിരുന്ന വലിയ സാത്വികനായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു മുബാറക് 27 വയസ്സുവരെ തമ്മാടിയായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. തമ്മാടിയായിരിക്കുമ്പോഴും തെറ്റ് ചെയ്യുമ്പോഴും ചിലരെ അല്ലാഹു ഇഷ്ടപ്പെടും. ആ കൂട്ടത്തിലാണ് ഇബ്രാഹിം അദ്ഹം, ആ കൂട്ടത്തിലാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക്, ആ കൂട്ടത്തിലാണ് സത്യം മനസ്സിലായാൽ ആദർശത്തിലേക്ക് തിരിച്ചു വരുന്നവർ. അവർ ആ വഴിയിലാണെങ്കിൽ പോലും അവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അവരെ നേരായ വഴിയിലേക്ക് അല്ലാഹു തആല മാർഗദർശനം നൽകുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ. എന്തിനാണ് ആദർശം ഇങ്ങനെ പറയേണ്ടത്? ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? അതൊക്കെ വിമർശനമല്ലേ, ആക്ഷേപമല്ലേ? അതൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ സമയം കളയേണ്ടതുണ്ടോ എന്ന് സ്വാഭാവികമായും പലരും സംശയിച്ചേക്കാം. അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് സത്യം എന്താണെന്ന് പറയേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്, കേൾക്കേണ്ട ബാധ്യതയും ഞങ്ങൾക്കുണ്ട്. എന്തിന് നാം ഇസ്ലാമിനെ മൂടിവെക്കണം? എന്തിന് ആദർശത്തെ നമ്മൾ മൂടിവെക്കണം? എന്തേ ആദർശം പറയുമ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ടി വരുന്നു? നിങ്ങൾക്ക് ഭയം വരുന്നു? അല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സന ഉലൈക ഹും ഉലുൽ അൽബാബ്. അല്ലദീന യസ്തമിഊനൽ ഖൗല, പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം, അതാണ് മാന്യന്മാരുടെ ലക്ഷണം. ഫയത്തബിഊന അഹ്സന, പറയുന്നതിൽ ശരിയുണ്ടോ എന്ന് നോക്കി ഏറ്റവും നല്ലതിനെ പിൻപറ്റണം. ഉലൈക ഹും ഉലുൽ അൽബാബ്, അവരാണ് ബുദ്ധിജീവികൾ. ഞങ്ങൾ ഉസ്താദ് പറഞ്ഞു കേട്ടിട്ട് അവിടെ തന്നെ നിന്നു, ഞങ്ങൾ ഉസ്താദ് പറഞ്ഞതുകൊണ്ട് തന്നെ പിടിച്ചു നിന്നു എന്ന് പറഞ്ഞാൽ നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. റബ്ബനാ ഇന്നനാ അതൈനാ സാദതനാ വകുബറാനാ, റബ്ബനാ ഇന്നനാ അതൈനാ സാദതനാ വകുബറാനാ ഫഅലൂന സബീല ഫആതിഹിം ദഅഫൈനി മിനൽ അദാബ്. അത്തരക്കാരായ ആളുകൾ നാളെ പരലോകത്ത് പറയും, പ്രസവനെ നിങ്ങൾക്ക് ഇതാ ഞങ്ങളുടെ നേതാക്കൾ അല്ലെ, ഈ നേതാക്കൾ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ അനുസരിച്ചു, ഞങ്ങൾ അവർ പറഞ്ഞത് വഴിപ്പെട്ടു, ഞങ്ങൾ അപ്പുറവും ഇപ്പുറവും നോക്കിയില്ല, ഞങ്ങൾ അവരെ അംഗീകരിച്ചു. കുറെ സാധാത്തുക്കൾ എന്ന് പറഞ്ഞ അവരുടെ കൂട്ടത്തിൽ കുറച്ച് ആളുകളെ കണ്ടു, വലിയ നേതാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ പ്രത്യക്ഷപ്പെട്ടു, അവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ കൂടി, അവർ ഞങ്ങളുടെ വഴിപ്പെടിച്ചു, അവർ ഞങ്ങളെ മാർഗപ്രാപ്തരാക്കി, അവർ ഞങ്ങൾക്ക് ദുഷിച്ച മാർഗം കാണിച്ചു തന്നു, നേരായ മാർഗമല്ല വഴിവിട്ട മാർഗം ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അതുകൊണ്ട് റബ്ബേ അവർക്ക് ഞങ്ങൾക്ക് നൽകുന്നതിനേക്കാൾ ഇരട്ടി ശിക്ഷ നീ നൽകണേ അല്ലാഹ് എന്ന് പറയേണ്ടി വരുന്നവർക്ക് അല്ലാഹു അംഗീകരിക്കുമോ? പ്രിയപ്പെട്ടവരെ, തെറ്റായ മാർഗമാണെന്ന് മനസ്സിലായിട്ടും അതിൽ ഉറച്ചു നിന്ന ആളുകളെ അല്ലാഹു രക്ഷപ്പെടുത്തുമോ? എങ്ങനെയാണ് രക്ഷപ്പെടുത്തുക? തെറ്റ് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ, ശരി ഏതാണെന്ന് വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെയും ആ തെറ്റിൽ കടിച്ചു തൂങ്ങിയാൽ അവർക്ക് എങ്ങനെയാണ് രക്ഷപ്പെടാൻ സാധിക്കുക? ശരിയിൽ നിന്ന്, തെറ്റിൽ നിന്ന് ശരിയിലേക്ക് ഏത് നിമിഷവും തിരിച്ചു വരാം, ഏത് സമയവും തിരിച്ചു വരാം, എപ്പോഴും തിരിച്ചു വരാം. അതിൽ യാതൊരുവിധ അപാകതവുമില്ല, കുഴപ്പവുമില്ല, കുറവുമില്ല, പോരായ്മയുമില്ല. ആരെങ്കിലും പരിഹസിക്കുമോ എന്ന് ഭയപ്പെട്ടിട്ട്
ഇങ്ങോട്ട് വരാതിരിക്കേണ്ട ആവശ്യവുമില്ല. കാരണം ഇവിടെയല്ല, ഇത് ആഖിറത്തിന്റെ പ്രശ്നമാണ്, ദുനിയാവിന്റെ പ്രശ്നമല്ല. ഇവിടെ അല്പം പരിഹാസം കേട്ടാലെന്ത്? സമ്മതിച്ചാൽ തന്നെ ഞാൻ പറയുന്നു, പരിഹാസം ഉണ്ടാകില്ല. ഇനി ഉണ്ടായാൽ തന്നെ എന്താണ് പ്രശ്നം? നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം പരലോകമല്ലേ? അതുകൊണ്ട് പടച്ചോനെ, ഞാൻ മുമ്പതിൽ കൂടിപ്പോയല്ലോ, ഇനി വേറൊന്നിലേക്ക് തിരിച്ചു വന്നാൽ എനിക്ക് വഷളത്തരമല്ലേ, എനിക്ക് പോരായ്മയല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് അഹങ്കാരത്തോടുകൂടി മാറി നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും വലിയ അബദ്ധമാണ് വരാൻ പോകുന്നത്. അതല്ല, ശരി മനസ്സിലാക്കിയതിനു ശേഷം, സത്യം മനസ്സിലാക്കിയതിനു ശേഷം, ഞങ്ങൾ പറയുന്ന ആദർശങ്ങൾ കേട്ടതിനു ശേഷം, ശരിയാണെന്ന് ബോധ്യപ്പെട്ടതിനു ശേഷം നേരായ വഴിയിലേക്ക് തിരിച്ചു വരുന്നവർ, അവർക്കുറിച്ച് അല്ലാഹു പറയുന്നു, ഉലൈക ഹും ഉലുൽ അൽബാബ്. അവർ ബുദ്ധിജീവികളാണ്, അവർ ബുദ്ധിജീവികളാണ്. സത്യത്തിലേക്ക് തിരിച്ചു വരുന്നവരാരാണ്? ബുദ്ധിജീവികളാണ്. മറ്റുള്ളവരോ പറയുന്നത് കേൾക്കില്ല. ഇത്തരം സദസ്സുകളിൽ അവർ വന്നിരിക്കില്ല. അവരുടെ കാതുകൾ അവർക്ക് വിലക്കൾ കൊടുത്തും പോകാൻ പാടില്ല എന്ന് പറയും. ലഹും ഖുലൂബുൻ ലാ യഅഖുലൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കല്ലൻആമി ബൽ ഹും അദല്ലു. ഇത്തരം സദസ്സുകളിൽ വരാൻ അവർ അനുവദിക്കില്ല. അന്ന് വേണമെങ്കിൽ അവർ വേറെ പരിപാടികൾ വെക്കും, അവർ തടസ്സങ്ങൾ ഉണ്ടാക്കും, തടസ്സവാദങ്ങൾ ഉണ്ടാക്കും. മോമിനിയങ്ങൾ ഒരുമിച്ച് കൂടുന്ന സദസ്സിലേക്ക് പറഞ്ഞേക്കില്ല. ആരാണവർ? മനസ്സിലാക്കാൻ പറ്റുന്ന ബുദ്ധി അവർക്കില്ല. അവർക്ക് ഹൃദയങ്ങളേ ഉള്ളൂ, പക്ഷേ ആ ഹൃദയങ്ങൾക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. ബാഹ്യമായ കണ്ണുകളുണ്ട്, പക്ഷെ അവർക്ക് കാണാൻ കഴിയുന്നില്ല. കാതുകൾ പേരിലുണ്ട്, പക്ഷെ കേൾക്കാൻ കഴിയുന്നില്ല. വിളച്ചുപോയി. എന്ത് ചെയ്യാൻ പറ്റും? ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. പിഴച്ചുപോയവരുടെ മാർഗത്തിൽ നിങ്ങളെ നീ ചേർക്കല്ലേ അല്ലാഹ്. സാധാരണയിൽ നിന്ന് നമ്മൾ തഫ്സീറിന്റെ ഒരു അർത്ഥം പറയാറുണ്ട്. അർത്ഥം ആരാണ് പിഴച്ചുപോയ? ക്രിസ്ത്യാനികൾ, അവർ മാത്രമാണോ പിഴച്ചുപോയവർ? കണ്ടില്ലേ നിങ്ങൾ? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കല്ലൻആമി ബൽ ഹും അദല്ലു. മൃഗങ്ങളെക്കാളും പിഴച്ചുപോയവർ. സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ നമ്മുടെ പദവി കാണുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ പിഴച്ചുപോയവരുടെ മാർഗത്തിൽ ഞങ്ങളെ നീ ചേർക്കല്ല പടച്ചോനെ. കണ്ടില്ലേ, സത്യം പറയുന്നിടത്ത് അവർ വരില്ല, സത്യത്തിന് അവർ കാത് കൊടുക്കില്ല, സത്യം അവർ മനസ്സിലാക്കാൻ ശ്രമിക്കില്ല. അവർ അവരുടെ വിദണ്ഡവാദങ്ങളിൽ ഉറച്ചു നിൽക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, നേരായ പാതയിൽ സിറാത്തുൽ മുസ്തഖീമിൽ നിങ്ങളെ നീ ചേർക്കണേ. ആരാണ് ആ സിറാത്തുൽ മുസ്തഖീമിലുള്ളവർ? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ, നീ നിഅമത്തുകൾ നൽകിയവരുടെ മാർഗത്തിൽ. ആരാണ് അല്ലാഹു നിഅമത്ത് നൽകിയവർ? 4 വിഭാഗമാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅൽ ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഒന്ന് നബിമാരാണ്, 2 സിദ്ദീഖുകളാണ്, 3 ശുഹദാക്കളാണ്, 4 സ്വാലിഹീങ്ങളാണ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പാതയിൽ നിന്ന്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പാതയിൽ നിന്ന് വ്യതിചലിച്ചു പോയവർ ഈ 4 വിഭാഗത്തിൽ പെടുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഫഉലൈക മഅൽ ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ. നബിമാർ, ആ നബിമാരുടെ മാർഗത്തിൽ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്. നബിമാരെ, പ്രവാചകന്മാരെ പുച്ഛിക്കുന്നവർ, പരിഹസിക്കുന്നവർ, പ്രവാചകന്മാരുടെ മേലിൽ ഇല്ലാത്തത് കൊണ്ടുവന്ന് അവരുടെ മേൽ ആരോപിക്കുന്നവർ, ഫഉലൈക മഅൽ ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ. അഷ്റഫുൽ
ഖൽഖ് സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അപമാനമുണ്ടാക്കാൻ ശ്രമിക്കുന്ന തരത്തിൽ ഇസ്ലാമിന്റെ വിരോധികളെ കൊണ്ട് സംസാരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഉലൈക മഅല്ലദീന അനഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ, നബിമാരുടെ സ്ഥാനം മനസ്സിലാക്കാത്തവർ, പ്രവാചകന്മാരുടെ പദവികൾ കാണാത്തവർ, പ്രവാചകന്മാരുടെ മൗജൂദിനെ നിഷേധിക്കുന്നവർ, അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തങ്ങളുടെ പേരിൽ വ്യാജമായി പലതിനെയും കൊണ്ടുവന്ന് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നവർ പ്രവാചകന്മാരുടെ വഴിയിലാണെന്ന് പറയാൻ പറ്റുമോ? അവർക്ക് പ്രവാചകന്മാരുടെ കൂടെ നാളെ പരലോകത്ത് സ്ഥാനം ലഭിക്കുമോ? സഹോദരന്മാരെ, ഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീൻ. രണ്ടാമത്തെ വിഭാഗം സിദ്ദീഖുകളാണ്. ആരാണ് സിദ്ദീഖുകൾ? പ്രവാചകന്മാരെ അംഗീകരിക്കുന്നവർ, കളവ് പറയാത്തവർ, ജീവിതവും വാക്കും തമ്മിൽ വൈരുദ്ധ്യമില്ലാത്തവർ, ജീവിതവും വാക്കും വൈരുദ്ധ്യത്തിൽ അധിഷ്ഠിതമായവർ, കളവ് പറയുന്നവർ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നവർ, നുണകൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നവർ, സത്യത്തിന്റെ യാതൊരു തെളിമ്പുമില്ലാതെ ജീവിക്കുന്നവർ, അവരാരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇന്നല്ലദീന കദ്ദബൂ ബിആയാതിനാ വസ്തക്ബറൂ അൻഹാ ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ. ഇന്നല്ലദീന കദ്ദബൂ ബിആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുന്നവർ, കള്ളന്മാർ, കളവ് പറയുന്നവർ, പെരുമുണകൾ പറയുന്നവർ, കണ്ടോ, അസത്യം പറഞ്ഞു പ്രചരിപ്പിക്കുന്നവർ, സത്യത്തിന്റെ ആളുകളല്ല, നേരായ വഴിയുടെ ആളുകളല്ല, സത്യസന്ധത അവർക്കറിയില്ല. അവർ കളവ് പറഞ്ഞുകൊണ്ടാണ് പ്രബോധനം നടത്തുന്നത്, അവർ കളവ് പറഞ്ഞുകൊണ്ടാണ് അവരുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം നടത്തുന്നത്, അവർ കളവ് പറഞ്ഞുകൊണ്ടാണ് അവരുടെ സംഘടന വളർത്താൻ ശ്രമിക്കുന്നത്. ഇന്നല്ലദീന കദ്ദബൂ ബിആയാതിനാ വസ്തക്ബറൂ അൻഹാ, അവർ പറഞ്ഞത് കളവാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടതിന് ശേഷവും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന് ശേഷവും പിന്നെയും നിരവധി നുണകൾ പറഞ്ഞുകൊണ്ട് അഹങ്കാരത്തോടുകൂടി അതിൽ കഴിഞ്ഞുകൂടുന്നവർ ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ, അവരുടെ ആത്മാക്കൾ അവർ മരിച്ചു കഴിഞ്ഞാൽ ആകാശലോകങ്ങളിലേക്ക് കയറിപ്പോകാൻ വേണ്ടിയിട്ട് അല്ലാഹു അവർക്ക് വേണ്ടി വാതിലുകൾ തുറക്കാൻ മലക്കുകൾക്ക് സമ്മതം കൊടുക്കില്ല. ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ, അവരുടെ ആത്മാക്കൾ എല്ലിയിലേക്ക് പറന്നു പോകില്ല, ഉയർന്നു പോകില്ല. ഇന്നല്ലദീന കദ്ദബൂ ബിആയാതിനാ വസ്തക്ബറൂ അൻഹാ ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ വലാ യദ്ഖുലൂനൽ ജന്നത ഹത്താ യൽജൽ ജമലു ഫീ സമ്മിൽ ഖിയാം. ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ, നിങ്ങൾ ആരാണ് നുണകൾ പ്രചരിപ്പിക്കുന്നവർ, ആരാണ് കളവുകൾ പ്രചരിപ്പിക്കുന്നവർ, ആരാണ് തട്ടിപ്പുകൾ നടത്തുന്നവർ, ദീനിന്റെ പേരിൽ ഇത്രമാത്രം വേണ്ടാത്ത പ്രവർത്തനങ്ങൾ നടത്തുന്നവർ ആരാണ്? ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ, പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീൻ വശുഹദാഇ വസ്സാലിഹീൻ. ശുഹദാക്കൾ, അല്ലാഹുവിന്റെ മാർഗത്തിൽ സമർപ്പണം നടത്തിയിട്ടുള്ളവർ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ശരീരത്തെ സമർപ്പിച്ചിട്ടുള്ള ശുഹദാക്കൾ, ആ ശുഹദാക്കളുടെ മാർഗമാണ് മൂന്നാമത്തെ മാർഗം. സ്വാലിഹീൻ, നാലാമത്തെ ആളുകൾ, നാലാമത്തെ വിഭാഗം ആരാണ്? സ്വാലിഹീങ്ങളാണ്. സാലിഹ്യങ്ങളെ പുച്ഛിക്കുന്നവർ, സാലിഹ്യങ്ങളെ പരിഹസിക്കുന്നവർ, സാലിഹ്യങ്ങളെയും മഹാന്മാരെയും അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെയും നിന്ദിക്കുന്നവർ, അവർ ഈ വിഭാഗത്തിൽ പെടുമോ സഹോദരന്മാരെ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുമോ? മഹാന്മാരെ പുച്ഛിക്കുന്നവരല്ലേ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ പരിഹസിക്കുന്നവരല്ലേ, സാത്വികരായ പണ്ഡിതന്മാരെ അവഗണിക്കുന്നവരല്ലേ, അവരെ കുറിച്ച് തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നവരല്ലേ, മഹാന്മാരായ അല്ലാഹുവിന്റെ ദീനിന്റെ ഖാദിമുകളായ ഉലമാക്കളെ കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നവർ, അവർ സ്വാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ പെടുമോ? ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ.
സ്വാലിഹീൻ. എത്ര വലിയ പദവിയാണ് അല്ലാഹു നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ വഴിയിൽ സഞ്ചരിച്ചാൽ, സിറാത്തുൽ മുസ്തഖീമിൽ സഞ്ചരിച്ചാൽ, നമ്മൾ പ്രവാചകന്മാരുടെ കൂടെയാകും, സിദ്ദീഖീങ്ങളുടെ കൂടെയാകും, ശുഹദാക്കളുടെ കൂടെയാകും, സ്വാലിഹീങ്ങളുടെ കൂടെയാകും. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ് മഹാനവർകൾ പാടിയതുപോലെ സ്വാലിഹീന വലസ്തു മിൻഹും, ഞാൻ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുന്നു. നമ്മുടെ ഉസ്താദിനെ നാം വലിയ ഉസ്താദായി മനസ്സിലാക്കുന്നു, ആദരിക്കുന്നു. എന്നാൽ ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരുടെയും പേരുകൾ എഴുതിയാൽ അതിൽ 3-ാം സ്ഥാനം അലങ്കരിക്കുന്ന പണ്ഡിതനാണ് എന്റെയും നിങ്ങളുടെയും നമ്മുടെ ഉസ്താദിന്റെയും ഉസ്താദായ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ്. നമ്മുടെ വല്യുസ്താദ് ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ് നമ്മളിൽ നിശാ നമസ്കാരം നിർവഹിച്ചപ്പോൾ നമ്മുടെ നമസ്കാരത്തിന്റെ പ്രതിഫലങ്ങൾ പോയി ശാഫി ഇമാമിന്റെ ഖബറിലേക്ക് പോയി. ലോകത്തുള്ള എല്ലാ ഷാഫി മസ്ജിദുകളിൽ നിന്നും നമസ്കരിക്കപ്പെട്ട നമസ്കാരത്തിന്റെ കൂലികൾ പോയി ഷാഫി ഇമാമിന്റെ ഖബറിലേക്ക് പോയി. അങ്ങനെയുള്ള മഹാനായ ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ് മഹാനവറുകളെ കുറിച്ച് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, അശ്ശാഫിഈ കശംസി ലിദ്ദുനിയാ വകൽ ആഫിയത്തി ലിന്നാസ്. അശ്ശാഫിഈ കശംസി ലിദ്ദുനിയാ വകൽ ആഫിയത്തി ലിന്നാസ്. ഈ ലോകത്തിന് സൂര്യനെ പോലെയാണ് ഇമാം ഷാഫിഈ. അങ്ങനെയുള്ള മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറയുന്നു, ഹുബ്ബുസ്വാലിഹീന, ഞാൻ സാലിഹീങ്ങളെ ഇഷ്ടപ്പെടുന്നു. എന്നാൽ സമസ്തയുടെ വിരോധികളോ അവർ സാലിഹീങ്ങളെ വെറുക്കുന്നവരാണ്, കണ്ണീത്ത് സാലിനെ വെറുക്കുന്നവരാണ്, ശംസുൽ ഉലമയെ വെറുക്കുന്നവരാണ്, സാത്വികന്മാരായ മഹാന്മാരായ പണ്ഡിതന്മാരെ വെറുക്കുന്നവരാണ്. അവരെക്കുറിച്ച് സമൂഹത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയവരാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അല്ലേ പണ്ഡിതന്മാർ? അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരല്ലെങ്കിൽ പിന്നെ ആരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ? ശംസുൽ ഉലമ അല്ലാഹുവിന്റെ വലി അല്ലെങ്കിൽ പിന്നെ ആരാണ് വലി? കണ്ണീത്ത് സാലി വലിയല്ലെങ്കിൽ പിന്നെ ആരാണ് വലി? അങ്ങനെയുള്ള അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ ഇടിച്ചു താഴ്ത്താനുള്ള ശ്രമങ്ങൾ നടത്തിയവരല്ലേ അവർ? അങ്ങനെയുള്ള ആളുകൾ പ്രിയപ്പെട്ടവരെ മഹാനായ ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞ ആ വാചകത്തിൽ, ആ സ്നേഹത്തിൽ പെടുന്നവരാണോ അവർ? അല്ല. ശാഫി ഇമാമിനെ പോലെ സാലിഹീങ്ങളെ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിലാണോ അവർ? അല്ല. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പാതയിലാണ് നമ്മൾ. ഞാൻ സ്വാലിഹീങ്ങളിൽപ്പെട്ടവനല്ല. ഷാഫി ഇമാം പറയുന്നു, ഞാൻ സ്വാലിഹല്ല, ഞാൻ നല്ലവനല്ല. ഷാഫി ഇമാമിന്റെ വിനയത്തിന്റെ പ്രയോഗമാണത്. വളരെയധികം വിനയത്തോടുകൂടി ഷാഫി ഇമാം പറയുന്നു, ഞാൻ നല്ലവനല്ല, പക്ഷേ ഞാൻ നല്ലവരെ ഇഷ്ടപ്പെടുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ സമസ്തയുടെ പാതയിൽ ഉറച്ചു നിൽക്കുന്നത്? ഈ പാതയിൽ നമ്മൾ വ്യതിചരിച്ചു പോയവരെ നാം വെറുക്കാൻ കാരണമെന്ത്? ഷാഫി ഇമാമിന്റെ വാചകം നോക്കൂല, നാളെ പരലോകത്ത് ഈ മഹാന്മാരുടെ ശുപാർശ എനിക്ക് ലഭിക്കാൻ വേണ്ടി, ഈ മഹാന്മാരുടെ ശഫാഅത്തിലൂടെ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി, എല്ലാ മഹാന്മാരെയും പുച്ഛിച്ചിട്ടുള്ള ആളുകൾക്ക്, പരിഹസിച്ചിട്ടുള്ള ആളുകൾക്ക്, വിമർശിച്ചിട്ടുള്ള ആളുകൾക്ക് ഇവരുടെ ശഫാഅത്ത് കിട്ടുന്ന സഹോദരന്മാരെ, അവരുടെ ശഫാഅത്ത് എനിക്ക് ലഭിക്കാൻ വേണ്ടി ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു. എന്തിനു വേണ്ടിയാണ് നാം ശംസുൽ ഉലമയെ ഇഷ്ടപ്പെടുന്നത്? എന്തിനു വേണ്ടിയാണ് കണ്ണീത്ത് ഉസ്താദിനെ ഇഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാണ് അബ്ദുൽ ബാരി ഉസ്താദിനെ ഇഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാണ് പാനൂർ ഉസ്താദിനെ ഇഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാണ് വരക്കൽ വെള്ളക്കോയെ തങ്ങളെ ഇഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഉമറുൽ ഖാദി റഹിമഹുല്ലാഹയെ ഇഷ്ടപ്പെടുന്നത്? മഹാന്മാരായ സാത്വികന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെയും സാലിഹീങ്ങളെയും നാം ഇഷ്ടപ്പെടുന്നത് ലഅല്ലീ അന്നനാല ബിഹിം നാളെ പരലോകത്തിൽ അവരുടെ ശുപാർശ ലഭിക്കാൻ വേണ്ടി. മഹാന്മാരെ പുച്ഛിക്കുന്നവർക്ക് അവരുടെ ശുപാർശ ലഭിക്കുമോ? മഹാന്മാരെ പരിഹസിക്കുന്നവർക്ക്, അവരെ കുറ്റം പറയുന്നവർക്ക്, അവർക്കെതിരെ കള്ളക്കേസ് കൊടുത്തവർക്ക്, അവരുടെ കണ്ണിൽ നിന്ന് ചോരയൊലിപ്പിച്ചവർക്ക്, അവർക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞു പറത്തിയവർക്ക്, അവർ നയിച്ചിരിക്കുന്ന പ്രസ്ഥാനത്തോട് യുദ്ധം ചെയ്തവർക്ക് കിട്ടുമോ സഹോദരന്മാരെ അവരുടെ ശുപാർശ? وأكره من تجارته المعاصي وإن كنا سواء في البضاع. തെറ്റ് ചെയ്യുന്നവരെ എനിക്ക് വെറുപ്പാണ്. പ്രിയപ്പെട്ടവരെ, തെറ്റ് ചെയ്യുന്നവരെ നാം വെറുക്കണം, അല്ലേ? സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ നാം വെറുക്കണം. നാടായ നാടുകളിൽ, മഹല്ലായ മഹല്ലുകളിൽ ഭിന്നിപ്പുകൾ
ഭിന്നിപ്പുണ്ടാക്കുന്നവരെ നാം വെറുക്കണം. അക്റഹുമൻ, ചിലർ പറയും എന്തിനാണ് നമ്മൾ അവരെ വിമർശിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് നാം അവരെ എതിർക്കുന്നത്, എന്തിനു വേണ്ടിയാണ് നാം അവരെ വെറുക്കുന്നത്? ശാഫി ഇമാം പറയുന്നു അക്റഹുമൻ തിജാറത്തുഹുൽ മാഅസി, തെറ്റുകൾ ചെയ്യുന്നവരോട് എനിക്ക് വെറുപ്പാണ്. വഇൻ കുന്നാ സവാഅൻ ഫിൽ ബിളാ, ഞാൻ സ്വതവേ തെറ്റ് ചെയ്യുന്നവനാണ്. ശാഫി ഇമാം വിനയത്തിൽ പറയുന്നു ഞാൻ തെറ്റ് ചെയ്യുന്നവനാണ്, പക്ഷെ തെറ്റ് ചെയ്യുന്നവരോടൊപ്പം ഞാൻ കൂടാറില്ല, അവരെ ഞാൻ ഇഷ്ടപ്പെടാറില്ല, അവരെ ഞാൻ വെറുക്കുന്നു. പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. അക്റഹുമൻ തിജാറത്തുഹുൽ മാഅസി വഇൻ കുന്നാ സവാഅൻ ഫിൽ ബിളാ. കേരള മുസ്ലിങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയ പ്രസ്ഥാനമാണല്ലോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അതിന് എതിരാളികൾ കൂടും. പരിശുദ്ധ ഇസ്ലാമിൽ എപ്പോഴാണ് നിഫാഖ് പ്രത്യക്ഷപ്പെടുന്നത്, കാപട്യം പ്രത്യക്ഷപ്പെടുന്നത്? മദീനയിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തി. ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വിജയിച്ചു. ശേഷമാണ് മദീനയിൽ നിഫാഖ് വരുന്നത്, കാപട്യം വരുന്നത്. ആളുകളിലും മഹല്ലുകളിലും സമൂഹങ്ങളിലും സ്വാധീനം ചെലുത്തി അതിന്റെ ചൈത്രയാത്ര നടത്തുമ്പോൾ സ്വാഭാവികമായും അസൂയാലുക്കൾ ഉണ്ടാകുന്നു, കപടന്മാരുണ്ടാകുന്നു. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട സമസ്തക്കെതിരെ ആ പേരുപയോഗിച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വന്നിട്ടുള്ളത്. സ്വന്തം അസ്തിത്വത്തിൽ പോലും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, സ്വയം ഒരു അസ്തിത്വം പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നില്ല, സ്വന്തം ഒരു സംഘടന ഉണ്ടാക്കാൻ പോലും കഴിയുന്നില്ല. അവർ പറയുന്നു സമസ്തയുടെ പേര് ദുരുപയോഗം ചെയ്യുന്നു, സമസ്തയുടെ പേരവർ പറഞ്ഞുകൊണ്ട് അവർ ആകാശത്തിനും ഭൂമിക്കുമിടയിൽ വേഴാമ്പലുകളായി എവിടെയും പിടുത്തം കിട്ടാതെ അലഞ്ഞ് തിരിഞ്ഞു നടക്കേണ്ട ഗതികേടിലാവുന്നു. അവർ സ്വയം ഒരു സംഘടനയുണ്ടാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു, അവർക്ക് സ്വയം ഒരു അസ്തിത്വമുണ്ടാകുമായിരുന്നു. പക്ഷേ അവർ മുനാഫിക്കുകളല്ലേ, അവർ കപടന്മാരല്ലേ, അവർക്ക് സാധിക്കുകയില്ല, കപടന്മാർക്ക് സാധിക്കുകയില്ല. കപടന്മാരാണ് ഏറ്റവും വലിയ ശത്രുക്കൾ. പരിശുദ്ധ ഖുർആൻ പറയുന്നു കപടന്മാർ അവരാണ് ശത്രുക്കൾ, അവരെയാണ് സൂക്ഷിക്കേണ്ടത്, അവരാണ് ആത്യന്തിക ശത്രുക്കൾ, അവരാണ് സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നവർ, അവരാണ് ഭിന്നിപ്പുണ്ടാക്കുന്നവർ, അവരാണ് വീടായ വീടുകൾ ഭിന്നിപ്പിക്കുന്നവർ, അവരാണ് നാടായ നാടുകൾ ചിത്രമാക്കുന്നവർ, അവരാണ് മുക്കിനും മൂലയിലും പള്ളികൾ ഉണ്ടാക്കിയിട്ട് സമൂഹത്തിൽ ഫിത്നകൾ ഉണ്ടാക്കുന്നവർ. അവർ നിങ്ങൾ ഭയപ്പെടണമെന്ന് പരിശുദ്ധ ഖുർആൻ. നിങ്ങൾ ഫസാദ് ഉണ്ടാക്കല്ല, മദ്രസ ഉണ്ടാക്കല്ല, പള്ളിയുള്ളടുത്ത് ഉണ്ടാക്കല്ല, നിങ്ങൾ വെറുതെ ബിൽഡിങ്ങുകളും കെട്ടിടങ്ങളും ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കല്ല എന്നവരോട് പറഞ്ഞാൽ അവർ പറയും ഞങ്ങളുടെ അടുത്താണ് സുന്നത്ത് ജമാഅത്ത്, ഞങ്ങളുടെ അടുത്താണ് ആദർശം, ഞങ്ങളുടെ അടുത്താണ് തീവ്രത, ഞങ്ങളാണ് ഊർജ്ജം എന്നവർ പറയും. അല്ലാഹു പറയുന്നു അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ. അവർ പറയുന്നത് ശരിയല്ല, സത്യമല്ല, അവരാണ് ഫസാദിന്റെ ആളുകൾ. അവരുണ്ടാക്കുന്ന പള്ളി കൊണ്ടവർ ഉദ്ദേശിക്കുന്നത് ഫസാദാണ്, അവരുടെ ബിൽഡിംഗ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഫസാദാണ്, നാശമാണ്, കുഴപ്പമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ. അവർ കുഴപ്പക്കാരാണ് എന്നുള്ളതല്ല പ്രശ്നം. അവർക്കുള്ള മറ്റൊരു പ്രശ്നം എന്താണെന്ന് അറിയുമോ? വലാകിൻ ലാ യശ്ഉറൂൻ. അവർ കുഴപ്പക്കാരാണ് എന്നുള്ള തിരിച്ചറിവ് പോലും അവർക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ നഷ്ടമെന്ന് അല്ലാഹു പറയുന്നു. വലാകിൻ ലാ യശ്ഉറൂൻ. മുനാഫിക്കുകൾക്ക് തിരിച്ചറിയാൻ പറ്റുമോ അവർ കുഴപ്പക്കാരാണെന്ന കാര്യം? സാധ്യമല്ല, അവർക്ക് തിരിച്ചറിയാൻ കഴിയില്ല. പിന്നെയും അവർ പള്ളികൾ തന്നെ, പിന്നെയും അവർ മദ്രസകൾ തന്നെ, പിന്നെയും അവർ ഓഫീസുകൾ തന്നെ, പിന്നെയും അവർ ബിൽഡിങ്ങുകൾ തന്നെ. ലക്ഷ്യമെന്ത്? ഫസാദ്. അവർ വിചാരിക്കുന്നു ഞങ്ങൾ നന്മയാണ് ചെയ്യുന്നത്. അവരുടെ വേഷം കാണുമ്പോൾ പലരും പെട്ടുപോകും. നല്ല വെള്ള വേഷമാണ്, പണ്ഡിതന്മാരുടെ വേഷമാണ്. മൗഖേ, ഈ മുദ്രാവാക്യങ്ങളാണ് ഏറ്റവും വലിയ അപകടം. നമ്മുടെ യുവാക്കളെ പഴപ്പിച്ചു പോയത് ഈ മുദ്രാവാക്യങ്ങളാണ്. പല യുവാക്കളും ആകൃഷ്ടരായി പോയത് ഈ മുദ്രാവാക്യങ്ങളിലാണ്. ഇസ്ലാമിക ലോകത്ത് ആദ്യമായി പ്രത്യക്ഷപ്പെട്ട വിഘടനവാദവും മുദ്രാവാക്യം കേട്ടുകൊണ്ടാണ്. അവരുടെ മുദ്രാവാക്യം കേട്ടുകൊണ്ടാരും വഞ്ചിതരായി പോകണ്ട. ഈ മുദ്രാവാക്യങ്ങളാണ് നമ്മുടെ സമൂഹത്തെ ഭിന്നിപ്പിച്ചത്, പല യുവാക്കളെയും ആകർഷിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, യുവാക്കളെ നിങ്ങൾ ചിന്തിക്കണം. മുദ്രാവാക്യത്തിന്റെ പിന്നാലെ പോയാൽ, ആകർഷകമായ ചില ബാനറുകളുടെ പിന്നാലെ പോയാൽ
ചില തലവാചകങ്ങളുടെ പിന്നാലെ പോയാൽ നമ്മൾ നശിച്ചു പോകും. നമ്മുടെ ആദർശം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഇസ്ലാമിന്റെ ഖലീഫമാരുടെ കാലഘട്ടത്തിൽ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് പുത്തൻ ചിന്താഗതിക്കാർ പ്രത്യക്ഷപ്പെട്ടത് ഇങ്ങനെയുള്ള പുതിയ പുതിയ മുദ്രാവാക്യങ്ങളുടെ പിന്നാലെ ആളുകൾ പോയതുകൊണ്ടാണ്. അതുകൊണ്ട് മുദ്രാവാക്യങ്ങൾ കേട്ടുകൊണ്ട് മയങ്ങിപ്പോകണ്ട. ഇസ്ലാമിൽ വിഘടനവാദം കൊണ്ടുവരേണ്ടതില്ല. ഉലമാക്കളും ഉമറാക്കളും യോജിച്ചു നിന്നുകൊണ്ട് ഓരോ മുന്നോട്ട് നയിക്കുമ്പോൾ അവർക്കിടയിൽ ചിത്രതയുണ്ടാക്കിക്കൊണ്ട് നാട് നമസ്കരിക്കണ്ട. അങ്ങനെയുള്ള പല നാശങ്ങളും പല നാമധാരികളായ മുക്തിമാരുടെയും മല്ലമാരുടെയും പ്രവർത്തനങ്ങൾ കൊണ്ട് സമൂഹത്തിലുണ്ടായിട്ടുണ്ട്. സുൽത്താൻ അബ്ദുൽ ഹമീദിന്റെ ഭരണത്തെ തകർക്കാൻ മുഹമ്മദ് റിയാഉദ്ദീൻ അഫന്ദി എന്ന് പറയുന്ന ഒരു പണ്ഡിത വേഷധാരിയായ ഒരു മുസ്ലിം മുഫ്തി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാളുടെ പ്രവർത്തനം മൂലം സാധിച്ചിട്ടുണ്ട്. സുൽത്താൻ അബ്ദുൽ ഹമീദിന്റെ ഭരണം തകർക്കാൻ പണ്ഡിത വേഷധാരിയായ മുഹമ്മദ് റിയാഉദ്ദീൻ അഫന്ദിയുടെ ഫത്വ മൂലം കഴിഞ്ഞിട്ടുണ്ട്. ഒരു മഹല്ലിനെ കുട്ടിച്ചോറാക്കാൻ, ഒരു നാടിനെ ഭിന്നിപ്പിക്കാൻ പണ്ഡിത വേഷധാരിയായ ഒരാൾ വിചാരിച്ചാൽ മതി. ഹബീബായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകുന്നു. ഹലാകു ഉമ്മത്തി മിൻ യദീഫിനൈൻ. എന്റെ സമുദായം നശിച്ചു പോകുക രണ്ട് വിഭാഗം ആളുകളിലൂടെയാണ്. എന്റെ സമുദായത്തിന്റെ നാശം ഞാൻ കാണുന്നു രണ്ട് വിഭാഗം ആളുകളിലൂടെ. ഒന്ന് ആലിമിൻ ഫാജിർ, തമ്മാടിയായ പണ്ഡിതൻ, ദോഷം ചെയ്യുന്ന പണ്ഡിതൻ, വലിയ വലിയ കുറ്റങ്ങൾ ചെയ്യുന്ന പണ്ഡിതൻ, വഞ്ചന ചെയ്യുന്ന പണ്ഡിതൻ, കളവ് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന പണ്ഡിതൻ. ആ പണ്ഡിതൻ മൂലം എന്റെ സമുദായം നശിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി. രണ്ടാമത്തേത് വആബിദിൻ ജാഹിലിൻ, വിവരമില്ലാത്ത സാധാരണക്കാരൻ, വിവരമില്ലാത്ത ഇബാദത്തുകാരൻ. അയാൾ പറയും, ആ ഉസ്താദ് പറയുന്നത് ശരി തന്നെയല്ലേ, അങ്ങനെ ആയിക്കൂടെ, ഞാനെന്തിനാണ് അതിന്റെ അടിവേര് പരിശോധിക്കേണ്ട ആവശ്യം? എനിക്ക് ഉസ്താദ് പറഞ്ഞതെന്നോട്ട് വിശ്വസിച്ചാൽ പോരെ, ഉസ്താദ് പറഞ്ഞു എന്നുള്ളതാണല്ലോ എനിക്ക് തെളിവ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ധമായി വിശ്വസിക്കും, അന്ധമായി അംഗീകരിക്കും. ആ മുദ്രാവാക്യങ്ങളിൽ വഞ്ചിതരാകും പാടില്ല. നിങ്ങൾ ചിന്തിക്കണം, മനസ്സിലാക്കണം, യാഥാർത്ഥ്യം എന്താണെന്നറിയണം, സത്യത്തിന്റെ വേരുകൾ കണ്ടെത്തണം, സത്യവും അസത്യവും തമ്മിൽ വേർതിരിക്കണം, നമ്മുടെ ബുദ്ധി ഉപയോഗപ്പെടുത്തണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് താക്കീത് നൽകിയ രണ്ട് വിഭാഗം. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോട് എതിർത്ത് നിൽക്കുന്ന ഈ വിഭാഗത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്രയിതല്ലേ നാടികളായ പണ്ഡിതന്മാർ, വിവരമില്ലാത്തവരാണ് ഞങ്ങൾക്കാകണോ പറയുന്നത്, അപ്പുറവും ഇപ്പുറവും നോക്കാതെ ഞങ്ങളിതാ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നാലെ കൂടുന്ന ആളുകൾ ഇവരിലൂടെയാണ് എന്റെ സമുദായം നശിക്കുക എന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മുനാഫിക്കുകൾ, കപടന്മാർ പല പല രൂപങ്ങളും ഉപയോഗിക്കും സമുദായത്തെ ഭിന്നിപ്പിക്കുവാൻ. അവർ ചിലപ്പോൾ ചില പള്ളികൾ ഉണ്ടാക്കും, കെട്ടിടങ്ങൾ ഉണ്ടാക്കും. ഏതുപോലെ മദീനയിൽ മസ്ജിദ് ഉണ്ടാക്കിയിട്ടല്ലേ മുനാഫിക്കുകൾ അവരുടെ ആശയത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചത്. മദീനയിൽ മുനാഫിക്കുകൾ പള്ളി ഉണ്ടാക്കിയിരുന്നു. ആ പള്ളി മുഖേനയാണ് മുഅ്മിനീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചത്. തഫ്രീഖൻ ബൈനൽ മുഅ്മിനീൻ വഇർശാദൻ ലിമൻ ഹാറബല്ലാഹ വറസൂലഹു. അല്ലാഹുവിനോടും റസൂലിനോടും സമരം ചെയ്യുന്ന എല്ലാ വിഭാഗത്തിന്റെയും താവളമായി ഇവർ മാറും. ഇസ്ലാമിന്റെ മുഴുവൻ ശബദത്തോടെയും കേന്ദ്രമായി ഇവർ മാറും. അങ്ങനെയുള്ള വിഭാഗം മുഅ്മിനീങ്ങളെ ഭിന്നിപ്പിക്കുന്നവർ, അതുപോലെ തന്നെ വാഗ്ദത്തലംഘനം നടത്തുന്നവർ, വിശ്വാസവഞ്ചന നടത്തുന്നവർ. പള്ളി ഉണ്ടാക്കുമെന്ന് പറയും, പക്ഷേ പള്ളി ഉണ്ടാക്കില്ല. പള്ളിക്ക് വേണ്ടി പണപ്പിരിവ് നടത്തും, പക്ഷേ പണപ്പിരിവ് നടത്തിയിട്ടില്ല എന്ന് പറയും. പ്രിയപ്പെട്ടവരെ, വിശ്വാസവഞ്ചന നടത്തുന്നവർ, അതുപോലെ ചീറ്റിംഗ് നടത്തുന്നവർ, ദീനീ പ്രബോധനത്തിന്റെ പേരിൽ ജനങ്ങളെ വഞ്ചിക്കുകയും പറ്റിക്കുകയും ചെയ്യുന്നവർ, അതാണ് മുനാഫിക്കുകളുടെ അടയാളം. അവർ വിചാരിക്കുന്നത് അല്ലാഹനെ പറ്റിക്കാമെന്ന്. വല്ലാഹു ഖൈറുൽ മാകിരീൻ. അല്ലാഹനെ പറ്റിക്കാമെന്നാണ് അവർ വിചാരിക്കുന്നത്. അവരുടെ തന്ത്രങ്ങളെ അല്ലാഹു കൈകാര്യം ചെയ്യും. വല്ലാഹു ഖൈറുൽ മാകിരീൻ. കണ്ടില്ലേ നിങ്ങൾ അല്ലാഹു എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് കണ്ടില്ലേ? എങ്ങനെയാണ് അവരുടെ സമൂഹത്തിനുണ്ടായിട്ടുള്ള നാശമെന്നും അധപ്പതനമെന്നും നിങ്ങൾ കണ്ടില്ലേ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, വയംകുറൂന വയംകുറുല്ലാഹ് വല്ലാഹു ഖൈറുൽ മാകിരീൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
നാം നിലകൊള്ളുന്ന പാത ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ പാതയാണ്. അല്ലാഹുവിനോട് നാം പ്രാർത്ഥിക്കുന്ന പാത സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം, ഗൈറിൽ മഗ്ദൂബി അലൈഹിം, അല്ലാഹുവിന്റെ കോപമില്ലാത്തവരുടെ പാത, അല്ലാഹുവിന്റെ ദേഷ്യമില്ലാത്തവരുടെ പാത. ആരാണ് അല്ലാഹുവിന്റെ ദേഷ്യമുള്ളവർ? വമൻ ഖതല മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നമു ഖാലിദൻ ഫീഹാ, മുഅ്മിനീങ്ങളെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നവർ, നാട്ടിൽ കൊലപാതകത്തിന് കോപ്പുകൂട്ടുന്നവർ. വമൻ ഖതല മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നമു ഖാലിദൻ ഫീഹാ ഗളിബല്ലാഹു അലൈഹി, അല്ലാഹുവിന്റെ കോപമുള്ളത് കൊലപാതകത്തിന് വേണ്ടി കോപ്പുകൂട്ടുന്നവർ, ആളുകളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ, നാടായ നാടുകളിൽ മുഅ്മിനീങ്ങൾക്കിടയിൽ മാനസികമായ ഐക്യം പകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ അല്ലാഹുവിന്റെ കോപമുള്ളവരാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ നന്ദി കേടാക്കി മാറ്റുന്നവർ അല്ലാഹുവിന്റെ കോപത്തിനിരയാകുന്നവരാണ്. നമ്മുടെ നാട്ടിലൊരു പള്ളിയുണ്ടായി, ഒരു മദ്രസയുണ്ടായി, ദീനീ സംരംഭമുണ്ടായി, ദീനീ നവോത്ഥാനമുണ്ടായി, അതിനെല്ലാം കടക്കൽ കത്തിവെച്ചുകൊണ്ട് ആ നാട്ടിന്റെ ഐക്യവും യോജിപ്പുമെല്ലാം തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അല്ലാഹു നൽകിയ നിഅമത്തിനെതിരല്ലേ, അതിന് നന്ദി കേട് കാണിക്കലല്ലേ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, അല്ലാഹുവിന്റെ കോപമുള്ള വിഭാഗം അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്നവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം നിലകൊള്ളുന്ന പാത സത്യത്തിന്റെ പാതയാണ്. ആ പാതയിൽ നാം ഉറച്ചു നിൽക്കണം. ആരെങ്കിലും ഈ പാതയിൽ നിന്ന് വ്യതിചരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു വരണം, നേരായ വഴിയിലേക്ക് അവർ തിരിച്ചു വരണം, സത്യത്തിന്റെ മാർഗത്തിലേക്ക് അവർ തിരിച്ചു വരണം. ഇത് പറയുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. ഉൾക്കൊള്ളൽ അവരുടെ കടമയിൽപ്പെട്ടതാണ്. അവർക്ക് വേണമെങ്കിൽ ഉൾക്കൊള്ളാം, ഉൾക്കൊള്ളാതിരിക്കാം. പക്ഷെ ഇത് പറയാത്തത് കൊണ്ട് അവർ വന്നിട്ടില്ല എന്ന് വരരുത്. ഈ യാഥാർത്ഥ്യം അവരെ കേൾപ്പിക്കണം, ഈ സത്യം അവരെ കേൾപ്പിക്കണം, ഈ സത്യം അവരോട് തുറന്നു പറയണം. 1000 കുതിരശക്തിയോടുകൂടി അവരെ കേൾപ്പിക്കണം. അതിനുവേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ തുറന്നു പറയുന്നത്. വരാതിരിക്കാം. വന്നാൽ അവർക്ക് വിജയം, വന്നാൽ അവർക്ക് ലാഭം, വന്നാൽ അവർക്ക് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, ആ വഴിയിൽ പെടാൻ സാധിക്കും, ആ വഴിയിൽ അവർക്ക് എത്താൻ സാധിക്കും. വന്നാൽ നേരായ വഴിയിൽ അവർക്ക് സഞ്ചരിക്കാൻ കഴിയും, സത്യത്തിന്റെ പാതയിൽ അവർക്ക് ഉറച്ചു നിൽക്കാൻ കഴിയും, ഈമാൻ അവർക്ക് രക്ഷപ്പെടുത്താൻ കഴിയും. വന്നിട്ടില്ലെങ്കിലോ അവർക്ക് സംഭവിക്കാൻ പോകുന്ന ദുർഗതി എന്താണ് അവർക്ക് തന്നെ അറിയാം. അവർ തന്നെ ആ വഴി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അവരുടെ നാശം അവർ കാണുന്നുണ്ട്. അല്ലേ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന പ്രാർത്ഥന ഉച്ചരിക്കുമ്പോൾ അവരുടെ നാശം അവർക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നുണ്ട്. മഗ്ദൂബി അലൈഹിം ആരാണ്? ളാല്ലൂൻ ആരാണ്? അവർക്ക് തന്നെ സ്വയം അവരുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയും അവരുടെ നാശം, അവരുടെ ദുർഗതി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നേരായ വഴിയിലേക്ക് വരണം. വ്യതിചലിച്ചു പോയിട്ടുണ്ടെങ്കിൽ, തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ സത്യത്തിന്റെ വഴിയിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം. മഹാന്മാരുടെയും സാത്വികന്മാരുടെയും ഔലിയാക്കന്മാരുടെയും പാതയിലേക്ക് കടന്നു വരണം. വഴിപഴച്ചു പോയവരുടെ മാർഗത്തിൽ പോകല്ല, പരമ്പര മുറിഞ്ഞു പോയവരുടെ മാർഗത്തിൽ പോകല്ല, സാധുമാരുടെ പൊരുത്തക്കേട് ലഭിച്ചവരുടെ മാർഗത്തിൽ പോകല്ല, ശാപം ലഭിച്ചവരുടെ മാർഗത്തിൽ പോകല്ല. അതുപോലെ തന്നെയല്ല മുഅ്മിനീങ്ങളും വെറുക്കുന്ന വിഭാഗത്തിൽ പെടല്ല, സ്വാലിഹീങ്ങൾ അവഗണിക്കുന്ന വിഭാഗത്തിൽ പെടല്ല. അങ്ങനെ പെട്ടുപോയാൽ അതുകൊണ്ടുണ്ടാകുന്ന നാശമാണ് ഇവിടെ സൂചിപ്പിച്ചത്. വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വഫാത്തിന്റെ സമയം അവസാനമായി ഉച്ചരിച്ച വാചകം മഅല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. വേഷമല്ല പ്രധാനം, രൂപമല്ല പ്രധാനം. പലരും വിചാരിക്കുന്നത് സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ വെറും ബാഹ്യമായ പ്രകടനങ്ങളാണ്, വെറും രൂപം മാത്രമാണ്, വെള്ളവസ്ത്രം ധരിക്കൽ മാത്രമാണ്. വെള്ളവസ്ത്രം വേണം, ശരിയാണ്, തലപ്പാവ് വേണം, ശരിയാണ്. അതിലപ്പുറം എന്തു വേണം? ഉള്ളിൽ ഈമാൻ വേണം, തഖ്വ വേണം, ആദർശം വേണം. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് സുന്നത്ത് ജമാഅത്ത്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അബ്സാരിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅമാലിക്കും. ബാഹ്യമായ രൂപം കാണിച്ചിട്ട് കാര്യമില്ല,
ഉള്ളിൽ ആദർശം വേണം. കപടതയല്ല വേണ്ടത്, നിഫാഖല്ല വേണ്ടത്. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ. കപട വിശ്വാസികളിലേക്ക് അള്ളാഹു തിരിഞ്ഞു നോക്കുക തന്നെയില്ല. അവരെ നരകത്തിലേക്ക് അള്ളാഹു വലിച്ചെറിയും. പിന്നെ അവരെ പരിഗണിക്കുന്ന കാര്യമില്ല. മഹാനായ ഹസൻ ബസരി റഹിമഹുല്ലാഹ് പറയുന്നു, എന്നെ അള്ളാഹു നരകത്തിലേക്ക് വലിച്ചെറിയുന്നതല്ല എനിക്ക് പേടി, എന്നെ നരകത്തിൽ വലിച്ചെറിഞ്ഞതിന് ശേഷം പിന്നെ എന്റെ കാര്യം തീരെ അള്ളാഹു പരിഗണിക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പേടി. എന്നാൽ മുനാഫിഖുകളിലേക്ക് അള്ളാഹു തിരിഞ്ഞു നോക്കുകയില്ല. അവർ നരകത്തിന്റെ അടിത്തട്ടിലാണ്. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ. അതുകൊണ്ട് കപടന്മാരിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. ഞങ്ങൾ സമസ്തയാണെന്ന് പറയുന്നു, പക്ഷേ സമസ്തയുമായവർക്ക് ബന്ധമില്ല, സമസ്തയുടെ നേതാക്കളുമായി ബന്ധമില്ല, സമസ്തയുടെ സ്ഥാപകന്മാരുമായി ബന്ധമില്ല. വെറുതെ ഈ പേര് അവർ ദുരുപയോഗം ചെയ്യുന്നു. ഇത് നിഫാഖല്ലേ സഹോദരന്മാരെ, ഇത് കാപട്യമല്ലേ സഹോദരന്മാരെ, ഇത് ജനങ്ങളെ പറ്റിക്കലല്ലേ, ജനങ്ങളെ വഞ്ചിക്കലല്ലേ. എത്ര കാലം ഇങ്ങനെ പറ്റിച്ച് നടക്കാൻ പറ്റും? ഈ വൈരുദ്ധ്യവുമായിട്ട് എത്ര കാലം അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും? സത്യം പുറത്തു വരില്ലേ? സത്യം പുറത്തു വന്നാൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ? ഇല്ല, കഴിയുന്നില്ലല്ലോ. എവിടെ പോയി അവരുടെ ശബ്ദഘോഷണങ്ങൾ? എവിടെ പോയി അവരുടെ മുദ്രാവാക്യങ്ങൾ? എവിടെ പോയി അവരുടെ പടയോട്ടം? എവിടെ പോയി അവരുടെ പ്രഖ്യാപനം? പകർന്നു തരിപ്പണമായില്ലേ? പാറയിലെറിഞ്ഞ പളുമ്പ് പോലെ ചിന്ന ഭിന്നമാകുന്നത് നിങ്ങൾ കാണുന്നില്ലേ? എന്തുകൊണ്ടാണത്? നിറകൾ അതെങ്ങനെ പതകളായി പോകും. അതിന് താൽക്കാലികമായ നിലനിൽപ്പ് മാത്രമേ ഉള്ളൂ, ശാശ്വതമായ നിലനിൽപ്പില്ല. അത് നിറകൾ മാത്രമാണ്, പതകൾ മാത്രമാണ്. എന്നാൽ ജനങ്ങൾക്ക് ഉപകാരമുള്ളതാണെങ്കിൽ അത് ഭൂമിയിൽ സ്ഥിരമായി നിൽക്കും, അത് പച്ച പിടിച്ചു നിൽക്കും, അതെന്തായി പോവുകയില്ല, നശിച്ചു പോവുകയില്ല, നീങ്ങിപ്പോവുകയില്ല. കണ്ടില്ലേ, നിറകളാണെന്ന് ബോധ്യപ്പെട്ടില്ലേ? സത്യമല്ല എന്ന് ബോധ്യപ്പെട്ടില്ലേ? താൽക്കാലികമാണ് എന്ന് ബോധ്യപ്പെട്ടില്ലേ? സത്യം വന്നു, അസത്യം പരാജയപ്പെട്ടില്ലേ? അസത്യം കേരളീയ ജനത അംഗീകരിച്ചു കഴിഞ്ഞില്ലേ? സത്യം ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയില്ലേ? ബാത്തിൽ പോയി കഴിഞ്ഞു, സത്യം മികച്ചു നിന്നു. അതെ, ഇന്നൽ ബാത്തില കാന സഹൂഖാ. താൽക്കാലികമായി വേണമെങ്കിൽ ബാത്തിലിന് ഒരു മികവുണ്ടാകാം, പക്ഷേ അത് സ്ഥായിയായ മികവല്ല, അത് നിലനിൽക്കുന്ന മികവല്ല. അതിനെ അട്ടിമറിക്കുന്ന രൂപത്തിൽ എന്തുവരും? സത്യം മികച്ചു വരും, സത്യം വിജയിച്ചു നിൽക്കും. അതല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്? അവിടെ നിന്നും കൂടളകി വരികയല്ലേ അവരുടെ ശിഷ്യന്മാർ. സ്വന്തം ഉസ്താദിനെതിരെ കണ്ടില്ലേ രണ്ട് വൈരുദ്ധ്യം? അപ്പുറത്ത് എന്താണ് നടക്കുന്നത്? ഉസ്താദിനെ ആക്ഷേപം പറഞ്ഞുകൊണ്ട് നടത്തുന്ന ശിഷ്യന്മാരുടെ പ്രഭാഷണം. ഇവിടെയോ ഉസ്താദിനെ നെഞ്ചിലേറ്റിക്കൊണ്ട്, ഉസ്താദിനെ വാരി പറഞ്ഞുകൊണ്ട്, ഉസ്താദിനെ അങ്ങേയറ്റം സ്വന്തം നെഞ്ചകത്തോട് ചോർത്തി പിടിച്ചുകൊണ്ട് ആദരവിന്റെ 1000 പ്രശംസകളുടെ വചനങ്ങൾ ചാർത്തിക്കൊണ്ട് നടത്തുന്ന അത്യപൂർവമായ പ്രകടനം. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മൾ ആഘോഷിക്കേണ്ടത്. ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതി. ഇതാണ് ആഘോഷം. ഉസ്താദുമാരെ നമ്മൾ ആഘോഷിക്കുന്നു, ഉസ്താദുമാരെ നാം ബഹുമാനിക്കുന്നു, സാലിഹീങ്ങളെ നാം ബഹുമാനിക്കുന്നു. ഇതാണ് യഥാർത്ഥമായ ആഘോഷം. അപ്പുറത്ത് നടക്കുന്നത് എന്താണ്? ഉസ്താദുമാരെ പുച്ഛിക്കുന്നു, ആ ഉസ്താദുമാരെ, ആ ഉസ്താദിന്റെ ശിഷ്യന്മാർ അതാ പുച്ഛിക്കുന്നു, പരിഹസിക്കുന്നു. ഇതിനേക്കാൾ വലിയ അധപ്പതനമുണ്ടോ? ഇതിനേക്കാൾ വലിയ നിന്ദയുണ്ടോ? ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. നിങ്ങൾ പണം സംഭരിച്ചു വെച്ചിട്ടുണ്ടാകാം, നിങ്ങൾ കോടികൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ടാകാം, നിങ്ങൾ ഒരുപാട് ആസ്തികൾ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടാകാം. അതിനെയെല്ലാം മികച്ചു നിൽക്കുന്നതാണ് ഈ കൂട്ടായ്മകൾ, ഈ ആഘോഷങ്ങൾ, ഈ സ്നേഹപ്രകടനങ്ങൾ, ഈ ആദരവുകൾ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. നിങ്ങളുടേത് പണത്തിന്റെ ആഘോഷമല്ലേ, ധൂർത്തിന്റെ ആഘോഷമല്ലേ, ആഡംബരത്തിന്റെ ആഘോഷമല്ലേ? ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പാണ്ഡിത്യത്തിന്റെ ആഘോഷമാണ്, ഇവിടെ നന്മയുടെ ആഘോഷമാണ്, ഇവിടെ സ്നേഹപ്രകടനത്തിന്റെ ആഘോഷമാണ്, ഇവിടെ ആദരവിന്റെ ആഘോഷമാണ്. ഇതാണ് എല്ലാ ആഘോഷങ്ങളെയും നിറച്ചു നിൽക്കുന്ന ആഘോഷം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സമയം നീണ്ടുപോയി. ഞാൻ എന്റെ വാക്കുകൾ
നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ പരിപാടി സമാപനത്തിലേക്ക് വഴുതി വീഴുകയാണ്. അൽഹംദുലില്ലാ, നല്ല ഒരു ചടങ്ങിൽ നാം എല്ലാവരും പങ്കെടുത്തു, സന്തോഷിച്ചു. ഈ നാട് മുഴുവനും ഇന്ന് കുളിർത്തു, അല്ലെ? നമ്മുടെ മനസ്സുകളെല്ലാം വല്ലാതെ കുളിർത്തിരിക്കുന്നു. നല്ല ചൂടാണ് പുറമെയെങ്കിലും മനസ്സ് വല്ലാതെ കുളിർത്ത ഒരു മുഹൂർത്തത്തിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നിങ്ങളോടൊപ്പം ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള എന്റെ സന്തോഷം ഞാനിവിടെ പ്രകടിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ഒരുപാട് കാലം ദീനിനെ ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. ഉസ്താദിന്റെയും ശിഷ്യന്മാരുടെയും പ്രാർത്ഥനകളിൽ ഈ വിനീതനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എന്റെ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സെന്റർ ഫോർ ഇസ്ലാമിക് സ്റ്റഡീസ് നൽകുന്ന ക്വാളിറ്റി സർട്ടിഫിക്കറ്റിനും മക്ക എസ്ഒഎസ് കമ്മിറ്റി നൽകുന്ന ഷെയ്ഖുന കാളമ്പാടി ഉസ്താദ് സ്മാരക അവാർഡിനും അർഹത നേടിയ വന്യരായ ഉസ്താദ് അവരുകൾ ആദരിക്കുന്ന ഇന്ന് രാവിലെ മഖബറ സിയാറത്തോടുകൂടി ഈ പൊതുസമ്മേളനത്തോടുകൂടി അവസാനിപ്പിക്കുന്ന ഈ മഹാവേദിക്ക് സർവ്വവിധ ആശംസകളും നന്ദികളും ആദരവിന്റെ എല്ലാ പ്രകടനത്തിനു വേണ്ടിയിട്ടുള്ള അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് വന്യരായ ഉസ്താദ് അവരുകൾ നമ്മോട് സംസാരിക്കുന്നു. ഉസ്താദ് അവരുകളെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ സമൂഹത്തിന് ഒരുമിച്ച് കൂടിയ നമ്മയെല്ലാം നാളെ ജന്നാത്തുൽ നഈമിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മറുപടി പ്രസംഗം ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞു. അതിൽ കൂടുതലായി എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ നൽകിയ ഈ ആദരവ് അർഹിക്കുന്ന നിരക്കിൽ അതിന് നന്ദി പ്രകാശിപ്പിക്കുകയും ഈ ആദരവ് മുഴുവനും അതിന് കാരണക്കാരായ എന്റെ വന്യ ഗുരു ബഹുമാനപ്പെട്ട മർഹൂം ഫരീദ് ഉസ്താദിനേക്കും ആത്മീയ ഗുരു സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളിലേക്കും പൂർണ്ണമായി അർപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അവരാണ് ഇതിന്റെ കാരണക്കാർ. അവരുടെ ഒരു ആത്മീയ നിർദ്ദേശം കൊണ്ട് ഇത്തരം ചില കാര്യങ്ങളൊക്കെ ഓരോരോ മഹലിലും ചെയ്യാൻ എനിക്ക് സാധിക്കുന്നു എന്ന് മാത്രം. 5 വർഷം പാണക്കാട് ദർസ് പൂർത്തിയാക്കി. നേരത്തെ തങ്ങൾ ഇവിടെ സംസാരിച്ചതുപോലെ ഒരവസ്ഥ അവിടെ സംജാതമായപ്പോൾ സ്വാഭാവികമായി ഞാൻ ചിന്തിച്ചു, ഒരു കാര്യം അതിന്റെ മൂർധന്യത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിന് താഴ്ചയാണുണ്ടാവുക. ഒരു പക്ഷേ ആ മഹത്വക്കളായ സാദാത്തുക്കളുടെ അതേപ്പതിക്ക് കാരണമായി തീരുമോ എന്നൊരു സംശയമുണ്ടായപ്പോൾ ഈ നല്ല സാഹചര്യത്തിൽ സന്തോഷത്തോടുകൂടി പിരിയലാണ് നല്ലത് എന്ന് തോന്നി മഹാനായ ഉമർ അലി ശിഹാബ് തങ്ങളെ സമീപിച്ചപ്പോൾ ഉമർ അലി ശിഹാബ് തങ്ങൾ സമ്മതം നൽകുകയുണ്ടായി. പിന്നീട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അടുക്കൽ ചെന്ന് റമദാനിന്റെ ശേഷം പിരിയുന്ന കാര്യം പറഞ്ഞപ്പോൾ ശിഹാബ് തങ്ങൾ എന്നോട് ചോദിച്ചു, മുത്തുവായ സമ്മതം തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉമർ അലി ശിഹാബ് തങ്ങൾക്ക് മുത്തുവായ തങ്ങൾ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. മുത്തുവായ സമ്മതം തന്നോ എന്ന് ചോദിച്ചു. മുത്തുവായ സമ്മതം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ശിഹാബ് തങ്ങൾ പറഞ്ഞു, അല്ലാഹു തആല ഇസ്സത്തിലാകട്ടെ, അല്ലാഹു ഇസ്സത്തിലാക്കും എന്ന് പറയുന്നു. അത് ശിഹാബ് തങ്ങളുടെയും ഒരു നല്ല നിരക്കുള്ള സമ്മതമായിരുന്നു.
ആ സമ്മതത്തോടുകൂടെ പാണക്കാട് നിന്ന് പിരിഞ്ഞതിന് ശേഷം ജോലി ചെയ്ത എല്ലാ സ്ഥലങ്ങളിലും നല്ല ഇജ്ജത്തോടുകൂടെ തന്നെ നിൽക്കുന്ന കാലം മുഴുവനും നിൽക്കാനും പിരിയുന്ന സമയത്ത് ആ നിലയ്ക്ക് തന്നെ പിരിയാനുമുള്ള ഭാഗ്യം അള്ളാഹു നൽകിയിട്ടുണ്ട്. ആ മഹാനുഭാവന്റെ ആ ഒരു വാക്കാണ് ഈ ഒരവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചത് എന്ന് ഈ സമയത്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ആ മഹാനുഭാവനെ ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയും അതാണ് നേരത്തെ സയ്യിദ് ഹദലി ശിഹാബ് തങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചത്. അല്ലാതെ എന്നെപ്പോലത്തെ ആളുകൾ എന്ത് ചെയ്യാനാണ്? ഇൽമിന്റെ വിഷയത്തിലും മറ്റുള്ള വിഷയത്തിലൊക്കെ വളരെ പുറകോട്ടുള്ള എന്നെപ്പോലത്തെ പാവപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും മഹല്ലിൽ ചേരുകൂട്ടാൻ സാധിക്കുമോ? ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നല്ലാതെ അതൊക്കെ ഈ മഹത്തുക്കളിലേക്ക് ചേർക്കേണ്ട കാര്യമോ? അങ്ങനെ ചേർക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പല ആദരവിന്റെ സൂചനകളും എനിക്ക് നിങ്ങൾ നൽകുകയുണ്ടായി. അതിലെന്റെ കുട്ടികൾ തന്നെ സ്വരൂപിച്ചുകൊണ്ട് കുറച്ച് കാശ് എനിക്ക് സംഭാവന നൽകുകയുണ്ടായി. അവരുടെ ആദരവ് അറിയിച്ചു ഞാൻ റഹ്മാൻ നിലയ്ക്ക് സ്വീകരിക്കും. പക്ഷേ ഇതിന് കാരണക്കാരായ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് മഹത്തുക്കൾ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിൽ ഇന്ന് ലോകത്തൊക്കെ കേരളത്തിൽ നിന്റെ പുറത്തുമായി പാവപ്പെട്ട ആളുകൾക്ക് താമസിക്കാനുള്ള ബൈത്തുർ റഹ്മ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിൽ കിണർ കുഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്റെ നാട്ടിലും ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിന് താമസിക്കാനുള്ള ഒരു ബൈത്തുർ റഹ്മയുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക. അതിന് ചെയർമാൻ നമ്മുടെ ഈ സദസ്സിലുണ്ട്. എന്റെ ഈ ആദരവിന് കാരണക്കാരായ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ആ ബൈത്തുർ റഹ്മയിലേക്ക് എന്റെ ആ കുട്ടികൾ എനിക്ക് നൽകിയ ആ സംഭാവന ഈ സദസ്സിൽ വെച്ച് അവരെ ഏൽപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അവിടെ ചെയർമാൻ ഒന്ന് എന്റെ കയ്യിൽ നിന്ന് വാങ്ങും. മറ്റുള്ളവർക്ക് വീടുണ്ടാക്കിയിട്ട് ഏൽപ്പിക്കേണ്ടത്. എന്റെ മുൻ ഉസ്താദിന്റെയും ശിഹാബങ്ങളുടെയും പരലോക ഗുണത്തിലേക്ക് അവർ കാരണമായി എനിക്ക് കിട്ടിയ ഈ ആദരവ് ഞാൻ അവർക്ക് തന്നെ ഏൽപ്പിക്കാനും അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അവരുടെ കബറിലേക്ക് അതിന് മഹത്വം അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാണ്. ഞാൻ എഴുന്നേറ്റില്ല, ഞാൻ എഴുതി നോക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ഭൂമിയിൽ നാം സമ്മതിച്ചതുപോലെ മഹാന്മാരോടൊത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. എന്റെ ഒരുപാട് ചെറുപ്പക്കാരായ ആളുകൾ സാമ്പത്തികമായും ശാരീരികമായും കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് ഈ പരിപാടി ഇത്രയ്ക്ക് വിജയത്തിലെത്തിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. വിദേശത്തിൽ ഒരുപാട് സഹോദരന്മാർ ഇവിടെ എത്താൻ കഴിയാതെ അവരുടെ ആ മനസ്സ്, ശരീരം അകലെയാണെങ്കിലും മനസ്സ് ഇവിടെയാണ്. ആ നിലയ്ക്ക് അവരും ഇതിന്റെ വിജയത്തിന് വേണ്ടി പലവിധനെയും പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തിലെ ചെറുപ്പക്കാരായകൾ 2-3 ദിവസത്തോളമായി ഉറക്കൊടിഞ്ഞ് കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. സഹോദരന്മാർ ഇവരെല്ലാവരുടെയും ആത്മീയമായ പ്രവർത്തന ഫലമായിട്ടാണ് ഈ പരിപാടി ഇത്രയ്ക്ക് ഗാംഭീര്യമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം അവർക്കൊക്കെ നൽകുമാറാവട്ടെ. അല്ലാഹു തആല എന്നും നിലനിർത്തുമാറാവട്ടെ. നാളെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കളോടൊത്ത്, നമ്മുടെ ഗുരുവര്യന്മാരോടൊത്ത്
നമ്മുടെ നേതാക്കന്മാരോടൊത്ത് സ്വർഗീയ ലോകത്ത് ഒരുമിച്ചുകൂടാൻ നമുക്കും അവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ.